നമസ്കാരം. എമ്പുരാൻ കണ്ടില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ല. എന്തായാലും വലിയ വിവാദങ്ങളിലൂടെയാണ് ആ സിനിമ കടന്നു പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇന്ന് എമ്പുരാന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള മോഹൻലാലും മുരളി ഗോപി അതുപോലെ ആന്റണി പെരുമ്പാവൂരൊക്കെ സിനിമ 100 കോടി കളക്ഷൻ നേടി 100 കോടി ക്ലബിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ട്. അപ്പോ ചുമ്മാ നമ്മൾ ഗൂഗിളിലൊന്ന് തെരഞ്ഞു നോക്കിയ സമയത്ത് 746 തിയേറ്ററിലാണ് എമ്പുരാൻ കളിക്കുന്നത്. 700 കേരളത്തിലും ബാക്കി പുറത്തും. അപ്പോ 4600 ഷോകളാണ് ഒരു ദിവസം ഉള്ളത്. അപ്പൊ റഫലി അറൌണ്ട് 5 മുതൽ 5,20,000 ആളുകളാണ് ഒരു ദിവസം എമ്പുരാൻ കാണുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു 10 മുതൽ 11 ലക്ഷം ആളുകളാണ് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് എമ്പുരാൻ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10 to 11 ലക്ഷം ആളുകൾ ഓൺ ആൻ ആവറേജ് ഇപ്പൊ കേരളത്തിലാണല്ലോ കൂടുതൽ തിയേറ്റർ, 700 തിയേറ്റർ കേരളത്തിലാണ്. അപ്പൊ കേരളത്തിലെ ഒരു ഫെയർ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100, 150, 200 ആ റേഞ്ചൊക്കെയാണ് നമ്മളുടെ ടിക്കറ്റിന്റെ ചാർജ്. അപ്പൊ അങ്ങനെ ആവറേജ് ആയിട്ട് ഒരു 150 രൂപ വേണ്ട 200 രൂപ ഹയർ സൈഡിൽ എടുത്താൽ തന്നെ ഒരു 20 to 25 കോടി രൂപ കളക്ഷനെ 2 ദിവസം കൊണ്ട് എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിട്ട് എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിലും ഓടിയാൽ തന്നെ കളക്ഷൻ വരാൻ പാടുള്ളൂ. അങ്ങനെയാണ് ആ ഒരു മാത്തമാറ്റിക്സ്. നമ്മുടെ പണ്ട് ചാക്കോ മാഷ് സ്ഫടികത്തിൽ പറഞ്ഞ പോലെ ഈ തോമ കണക്ക് പഠിക്കാൻ വളരെ മോശമായിരുന്നു. അപ്പൊ ഈ കണക്ക് പഠിക്കുന്ന കാര്യത്തിൽ മോശമായ തോമേനെയാണ് ചാക്കോ മാഷ് തള്ളി പറഞ്ഞത്. അപ്പൊ മോഹൻലാല് ആ ഒരു തോമയുടെ സ്റ്റാൻഡേർഡിലേക്കൊക്കെ താന്നുപോയോ എന്ന് തോന്നുന്നു. കാരണം 20-25 കോടി രൂപയുടെ ഒരു കണക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് 100 കോടി രൂപ എത്തി എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ് അല്ലെങ്കിൽ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളത് നമ്മൾ വലിയ ഗൗരവത്തോടു കൂടിയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം 80 കോടി രൂപ അല്ലെങ്കിൽ എവിടുന്നാണ് ഇവർക്ക് കളക്ഷനായിട്ട് വന്നത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. അപ്പോ സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സിന് നോക്കുമ്പോൾ ഒരു 20 തൊട്ട് 25 കോടി രൂപ വരെ കളക്ഷൻ നേടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലത്ത് 100 കോടി എത്തി എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ സിനിമാക്കാരുടെ ഒരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ 1-2 അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള സിനിമകൾ അഭിനയിക്കുമ്പോഴേക്കും 1.5 കോടിയുടെ ഡിഫൻഡർ അല്ലെങ്കിൽ 2 കോടിയുടെ ബെൻസ്, വലിയ വില്ലകള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് എത്താൻ സാധിക്കുന്നത്? അത് വലിയ ആക്ടേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഓക്കെ. ഇപ്പൊ മോഹൻലാൽ പോലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ 10-30 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി പോലത്തെ, സുരേഷ് ഗോപി പോലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ 10-30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അതല്ലാതെ ഇപ്പോ പൊട്ടിമുളച്ച വളരെ തുച്ഛമായിട്ടുള്ള സിനിമകൾ അഭിനയിച്ച് കഴിയുമ്പോഴേക്കും 3-4 സിനിമയ്ക്ക് കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കാറും ബംഗ്ലാവും മറ്റുള്ള ജീവിത സൗകര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റുകളും വലിയ വലിയ റിസോർട്ടുകളും ഒക്കെ സ്വന്തമാക്കുന്ന തലത്തിലേക്ക് ഇവർക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോഴാണ് ഈ എമ്പുരാൻ പോലെയുള്ള സിനിമകളിൽ കാട്ടിക്കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ചില നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ള ഒരു അസംഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം. ഇപ്പോ ഗോദറ വിഷയം വലിയ ചർച്ചയാക്കിയത് ഏതാണ്ട് 23 വർഷങ്ങൾക്ക് ഇപ്പുറം ഗോദറ വിഷയം വീണ്ടും ചർച്ചയാക്കുകയാണ് എമ്പുരാൻ ചെയ്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആ ഒരു കർസേവയ്ക്ക് പോയി മടങ്ങി വന്നിരുന്ന രാമഭക്തരായിട്ടുള്ള 59ഓളം ആളുകളെ ചുട്ടരിച്ചു കൊന്ന ആ ഒരു ഇവന്റ് അത് ഒരു പക്ഷേ ഞാനൊക്കെ ഇതിന്റെ ഗുജറാത്ത് കലാപത്തിന്റെ സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്തൊന്നും ആളുകൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നില്ല ഇത്. ഈ ഗോദറ എന്താ പറയുക ട്രെയിൻ ദുരന്തം എന്ന് പറയുന്നത് ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊക്കെ 100-ൽ താഴെ ആൾക്കാർ മാത്രമാണ് കണ്ടത്. ആൾക്കാർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കേൾക്കാനായിട്ട്. ഏതാണ്ട് 59ഓളം വരുന്ന അതിലും 25ഓളം വരുന്ന സ്ത്രീകള് ഒരു അക്ഷരം പോലും പുറത്തു പറയാൻ പറ്റാതെ, ഒന്ന് പുറത്തേക്ക് ഓടാൻ പറ്റാതെ അവര് ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് ആ ഫുൾ തീയ് ദേഹം വിഴുങ്ങിത്തീരുന്നത് വരെ അതിന്റെ നീറൽ അനുഭവിച്ച് മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ സംഭവത്തിന്റെ ഏറ്റവും പൈശാചികമായിട്ടുള്ള ആംഗിള്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ദേഹത്തെ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുമ്പോൾ തെറിക്കുന്ന ഒരു പൊരി വീഴുന്നാൽ പോലും നമുക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ദേഹമാസകലം ദേഹത്തിന്റെ 100% ഏരിയയിലും തീയ് വന്ന് പൊള്ളി അതിങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് വെന്തുരുക്കി മരിക്കേണ്ടി വന്ന ഒരു 59 ആൾക്കാരുടെ ആത്മാവ്, അവരോട് നമുക്ക് നീതി കാണിക്കാണ്ട് പറ്റില്ല. കാരണം അത് അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായ ഒരു സംഭവമല്ല. അത് അവരെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംഭവമാണ്. അതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുക, അതിനൊക്കെ എന്താ പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് തൊള്ള തോന്നിയോണം പ്രസന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സഹിക്കുന്ന ജനത അല്ലെങ്കിൽ ആ കാലഘട്ടം പോയി മാഷുമാരെ. അതൊക്കെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നിലോട്ട് പോയി ഇവിടുത്തെ ഹിന്ദു സമൂഹം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമാക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഒരു സംവിധാനം
നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വന്നാൽ ഈ 100 കോടി 10 കോടിയും 15 കോടിയുമായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവർ ഈ ഗ്യാപ്പ് സൃഷ്ടിക്കുന്നത് കേവലം മാർക്കറ്റിംഗിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണോ, അതല്ലാതെ ഈ 80 കോടി ഫില്ല് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഇടപാട് ഈ പരിപാടിയുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ അധികാരികൾ പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.